നിനക്കറിയാവുന്നത് നീ ദൈവത്തോട് പറയും, പക്ഷേ ദൈവത്തിനറിയാവുന്നത് ദൈവം നിന്നോട് പറയും. എന്നോട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിനക്കറിയാവുന്നത് നീ ദൈവത്തോട് പറയും. ഇങ്ങനെ അത് ശരിയാക്കാം, ഇങ്ങനെ എനിക്ക് ആ ജോലി കിട്ടും, ഇങ്ങനെ ആ വഴി തുറക്കും, ഇങ്ങനെ അത് സംഭവിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നത് നിന്റെ ബുദ്ധിയിൽ അളന്ന് കുറിച്ച് നീ പഠിച്ച് ഗ്രഹിച്ചു വെച്ചിരിക്കുന്നതാണ് നീ പ്രതിവചിക്കുന്നത്. എന്നാൽ പറയട്ടെ, നിനക്കറിയാൻ കഴിയാത്തത് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ അത്രേ ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുള്ളത്. നിങ്ങൾ ബുദ്ധിയുടെ അളവ് കുറച്ചിട്ട് ആത്മാവിൻ്റെ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് വിശ്വാസത്തോടെ പറ, ഞാൻ ബുദ്ധിയിൽ അളന്നു അപ്പ, ഞാൻ തോറ്റുപോയി. ഞാൻ എൻ്റെ ജ്ഞാനത്തിൽ അളന്നു, ഞാൻ തോറ്റുപോയി. എനിക്കത് കഴിയത്തില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരം ചെയ്യുവാൻ ഞാൻ ഗ്രഹിച്ചതിന്, ഞാൻ പഠിച്ചതിന്, ഞാൻ അറിഞ്ഞതിന് എൻ്റെ ബുദ്ധി കൊണ്ട് സാധ്യമല്ല. എന്നാൽ ദാവീദ് പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിലെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ആമേൻ പറയാമോ? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനേറെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇതെൻ്റെ അത്രേ അത്യുന്നതന്റെ ശക്തി നേടിടുമ്പോൾ സംഭവിക്കുന്നത്. നിനക്ക് കയറാൻ കഴിയാത്ത മതിലുകൾ ഉണ്ടായിരിക്കാം, നിനക്ക് ചാടാൻ കഴിയാത്ത മതിലുകൾ ഉണ്ടായിരിക്കാം, നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത ക്രൈസിസുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് കഴിയാത്തതിനെ യേശുവിൻ്റെ നാമത്തിൽ കീഴടക്കുവാൻ ഇന്ന് പകലിൽ യേശുവിൻ്റെ ശക്തിക്ക് സാധിക്കും. നിനക്ക് കഴിയാത്ത മതിലുകളെ അതിജീവിക്കുവാൻ, നിനക്ക് കഴിയാത്ത വൻമരങ്ങളെ വെട്ടിവീഴ്ത്തുവാൻ, നിനക്ക് കഴിയാത്ത പർവ്വതങ്ങളെ കീഴടക്കുവാൻ ഇന്ന് പകലിൽ ദൈവശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ അത് സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ.